ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ അനലിസ്റ്റ് നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ജോസഫിലേക്ക് പോകുന്നു. കാരണം നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ അർജന്റീന പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജോസഫ്, ഈ സ്കലോണിയുടെ തീരുമാനങ്ങൾ എപ്പോഴും അമ്പരപ്പിക്കുന്നതാണ്. പക്ഷേ ആ തീരുമാനങ്ങളുടെ അമ്പരപ്പാണോ അതോ പാരഡൈസിന്റെ കായികക്ഷമതയിലെ പ്രശ്നമാണോ എന്നറിയില്ല. എന്നാലും പാരഡൈസ് ഇല്ല ആദ്യ ഇലവനിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അവരുടെ മിഡ്ഫീൽഡിലെ പ്രധാനി ഇല്ലാതെ അർജന്റീന ഇറങ്ങുന്നു ഇന്ന് കരുത്തുറ്റ സ്പാനിഷ് മിഡ്ഫീൽഡിനെതിരെ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സാങ്കേതിക ചോദ്യം തന്നെയാണ്. ഇനി കായികക്ഷമതയില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കിയല്ലേ പറ്റുള്ളൂ. എന്തായാലും നിക്കോ ഗോൺസാലസിന്റെ ആദ്യ സ്റ്റാർട്ടാണ്. എല്ലാ മത്സരത്തിലും വിങ്ങിൽ നിന്ന് വന്ന് നമ്മൾ ഈ അവസാനത്തെ ഒരു എക്സ് ഫാക്ടർ പറയുമല്ലോ, അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അർജന്റീന കളി തിരിച്ചു പിടിക്കുന്നതിൽ ഒരു നിർണായക സാന്നിധ്യമായിരുന്നു ഈ താരം. അപ്പോൾ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതുകൊണ്ട് തന്നെ തുടക്കത്തിലെ വിങ്ങുകളിൽ കൂടി ആക്രമിക്കാനാണോ? കാരണം സ്പെയിൻ അങ്ങനെ ഒരു തന്ത്രം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. റോഡ്രിഗോ ഡിപ്പോളും നിക്കോ ഗോൺസാലസും രണ്ട് വിങ്ങിൽ കൂടി ഒരു സ്ഥലത്ത് ക്രോസ് വരുന്നു, മറ്റേ സ്ഥലത്തുകൂടെ ആക്രമിക്കാം എന്നുള്ള ഒരു ചിന്തയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്കലോണി പൊതുവെ ഞെട്ടിക്കാറുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ മിഡ്ഫീൽഡിന് സ്പെയിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാവും ഈ മത്സരത്തിലെ പ്രധാന ചോദ്യം.